കേരള ബഡ്ജറ്റിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് ടി.പി. ചന്ദ്രശേഖരൻ്റെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കേസ് നടത്തിയവർ ഭരിക്കുമ്പോൾ ഗ്രാസിം ഫാക്ടറിയുടെ കേസിൽ ഒരു നല്ല വക്കീലിനെ വെച്ച് വാദിക്കാൻ പോലും 22 വർഷമായിട്ട് സാധിക്കുന്നില്ല. മതരാഷ്ട്രവാദികൾ പിന്തുണക്കുന്ന രണ്ട് മുന്നണികളാണ്. ഒരു ഭാഗത്ത് മതമാണ് പ്രശ്നമെന്ന് പറയുന്നവർ, അവർക്ക് പിന്തുണ കൊടുക്കുന്നവർ ഇന്ത്യൻ ജനാധിപത്യത്തിലും മതേതരത്വവും എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു മനോരോഗമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഘടന. കുന്നമംഗലത്തെ NDA സ്ഥാനാർത്ഥി VK സജീവനാണ് നമുക്കൊപ്പം ചേരുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 8 ദിവസമായി ഞാൻ ഈ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോയി ഒരുപാട് വോട്ടർമാരുമായിട്ട് സംവദിച്ചപ്പോൾ അവർക്കൊക്കെ ഈ രണ്ട് മുന്നണികളിലുമുള്ള മടുപ്പ് വ്യക്തമാക്കുന്ന രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അതിലും ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഈ തവണ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് ഇവിടെ കുന്നമംഗലത്ത് നടക്കുന്നത്. ഒന്നാഞ്ഞു പിടിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളൊക്കെ വിലയിരുത്തുന്നത്. കാരണം ഇവിടെ പുതുമയുള്ള ഒരു കാര്യവും രണ്ട് മുന്നണിക്കാരും പറയുന്നില്ല എന്നുള്ളതാണ് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. നമ്മൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് ഇവിടെ മാവൂർ ഗോളിയോർ ഏവൻസിൻ്റെ കാര്യം പറയുന്നു, തെങ്ങലക്കടവ് ക്യാൻസർ സെൻ്ററിൻ്റെ കാര്യം പറയുന്നു, ചെറുപ്പയിലെ കടത്തി ചികിത്സയെക്കുറിച്ച് പറയുന്നു. ഇതിനൊന്നും പരിഹാരമാവുന്നില്ല എന്ന് മാത്രമല്ല, ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഗതാഗതത്തിനും റോഡിൻ്റെയൊക്കെ വളരെ ശോചനീയമായ അവസ്ഥ, ആരോഗ്യ കേന്ദ്രങ്ങളുടെ ശോചനീയ അവസ്ഥ, ഇതൊക്കെ ഇവിടെ ഒരു വലിയ വിഷയമായിട്ട് നിലനിൽക്കുകയാണ്. അതിന് ഒരു പരിഹാരം കാണണമെങ്കിൽ ഒരു മാറ്റം വേണമെന്നുള്ള നിലയിലാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരെ അടക്കം എത്തിച്ച് നാടിളക്കിയുള്ള പ്രചാരണ പരിപാടികളിലേക്കാണ് കടക്കുന്നത്. ഏത് വിഭാഗത്തെയാണ് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്? അല്ല, ഈ കുന്നമംഗലം മണ്ഡലം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, കർഷകർ, കോളനികളിൽ ജീവിക്കുന്ന ആളുകൾ, അവരാണല്ലോ. സാധാരണ രീതിയിൽ ഇവിടെ എല്ലാവരെയും പറ്റിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെൻറ് അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തി. നിങ്ങൾക്ക് ഈ കുന്നമംഗലം മണ്ഡലത്തിലെ കോളനികളിൽ പോയാൽ എന്താണ് ഇവിടുത്തെ സാഹചര്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വാഗ്ദാനങ്ങൾ നൽകുന്നതിലല്ല, അത് പാലിക്കപ്പെടുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് അവർ പുതിയ പ്രതീക്ഷയോടുകൂടി BJPയെ നോക്കിക്കാണുന്നത്. അപ്പം ഞാൻ ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഇപ്പോൾ ഉദാഹരണം പറയാം. ഗോളിയോർ ഏവൻസിൻ്റെ കാര്യത്തിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം അത് വേണമെങ്കിൽ നിയമസഭയിൽ പ്രാതിനിധ്യം BJPക്ക് ലഭിക്കണം. കാരണം കേരള ബഡ്ജറ്റിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് ടി.പി. ചന്ദ്രശേഖരൻ്റെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കേസ് നടത്തിയവർ ഭരിക്കുമ്പോൾ ഗ്രാസിം ഫാക്ടറിയുടെ കേസിൽ ഒരു നല്ല വക്കീലിനെ വെച്ച് വാദിക്കാൻ പോലും 22 വർഷമായിട്ട് സാധിക്കുന്നില്ല. അത് എയിംസിന് വേണ്ടി സജസ്റ്റ് ചെയ്യാമായിരുന്നു, പ്രപ്പോസൽ വെക്കാമായിരുന്നു. കാരണം എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നൊരു ഭൂമിയാണ്. 400 ഏക്കർ ഭൂമിയുണ്ട്, 4 വരി പാത ബന്ധിപ്പിക്കാൻ എളുപ്പമാണ്, നാഷണൽ ഹൈവേയുടെ അടുത്താണ്, എയർപോർട്ടിൻ്റെ അടുത്താണ്. ഇങ്ങനെ എയിംസിന് വേണ്ട മാനദണ്ഡങ്ങളൊക്കെ പാലിക്കപ്പെടുന്ന ഒരു ഭൂമി എവിടെയുണ്ട്. ഇനി അതല്ലെങ്കിൽ നല്ലൊരു വ്യവസായം അവിടെ കൊണ്ടുവരാം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി മന്ത്രിയായ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊരു ഭൂമിയെക്കുറിച്ചും ഇങ്ങനെയൊരു വിവാദത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പാകെ അന്ന് പറഞ്ഞു, ഈ ഭൂമി ഏറ്റെടുത്ത് നൽകുകയാണെങ്കിൽ കോഴിക്കോടിന് ഞാൻ ഇലക്ട്രോണിക് സിറ്റി നൽകാം. അപ്പം ഞങ്ങൾ ഈ ആളുകളുടെ മുമ്പിൽ അത്തരം ഉറപ്പുകൾ നൽകുന്ന സമയത്ത് അതിനൊരു ആധികാരികത കൂടെ വരാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഇവിടുത്തെ ആളുകൾക്ക് വന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. കാരണം അതൊരു കൺവിൻസിങ് വേണം എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും കുന്നമംഗലത്തെ ഈ തവണ വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ ബാക്കി എല്ലാ പ്രചരണത്തിലും ആ കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടുത്ത ദിവസം ഇന്നിപ്പോൾ കർഷക സംഗമം നടന്നു, അടുത്ത ദിവസം യുവക സംഗമവും മഹിളാ സംഗമവും നടത്താൻ വേണ്ടി പോകുന്നു. 30-ാം തീയതി മുതൽ എല്ലാ ഗ്രാമങ്ങളിലും എത്താവുന്ന രീതിയിൽ സ്ഥാനാർത്ഥി പര്യടനം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കുന്നമംഗലത്ത് താങ്കൾ ജയിക്കുകയാണെങ്കിൽ എയിംസ് അടക്കമുള്ള പദ്ധതികൾ കോഴിക്കോട്ടേക്ക് വരും. തീർച്ചയായിട്ടും. ഏതായാലും കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലം കാണിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അതിന് വളരെ സന്തോഷവും പിന്തുണയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ നമ്മളെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഗ്രാസിം ഫാക്ടറിയുടെ ഭൂമിയെ നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇൻ കേസ് അതല്ലെങ്കിൽ അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായ സംരംഭം അവിടെ ഉണ്ടാകുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ തെങ്ങിലക്കടവിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് തുടങ്ങി 2-3 തവണ ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനമാണ്. അത് ഇപ്പോഴും പൂട്ടിക്കിടക്കുകയാണ്.
7 ഏക്കർ സ്ഥലം ഒരു അഫ്സീന എന്ന് പറയുന്ന ഒരു വനിത അങ്ങോട്ട് സംഭാവന ചെയ്തതാണ് സർക്കാരിന്. അപ്പോൾ അത് നടപ്പിലാക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 70 വയസ്സായ കഴിഞ്ഞ ആളുകൾക്ക് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടാത്തവർ 39 ലക്ഷം കേരളത്തിലുണ്ട് ആളുകൾ, അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ. ഇങ്ങനെ മോദി സർക്കാർ നടപ്പിലാക്കുന്ന നല്ല കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിലും ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന MLA മാർ നിയമസഭയിലെത്തണം. അതിനനുയോജ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് സംസ്ഥാനത്തുണ്ടാവണം. ഇത് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ ഇപ്പോൾ എളുപ്പമാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അവരുടെ അനുഭവങ്ങളിൽ നിന്ന്, അവരുടെ പെരുമാറ്റത്തിൽ നിന്ന്, അവരിങ്ങോട്ട് കാണിക്കുന്ന വാത്സല്യത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും എനിക്ക് ബോധ്യപ്പെടുന്നത്. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഡീൽ ആരോപണം, അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച വഴിമാറ്റിക്കൊണ്ടുള്ള ഒരു ശ്രമം രണ്ട് പക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും ഇവിടെ മത്സരിക്കുന്നവരെ മാത്രം നോക്കിയാൽ മതിയല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ LDF സ്വതന്ത്രം എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്ന ആളുടെ പാർട്ടി ഈ മണ്ഡലത്തിൽ ആർക്കെങ്കിലും അറിയും? ആ പാർട്ടിയുടെ പേര് പറയാൻ വേണ്ടി സാധിക്കുമോ? മതരാഷ്ട്രവാദികൾ പിന്തുണക്കുന്ന 2 മുന്നണികളാണ്. ഒരു ഭാഗത്ത് മതമാണ് പ്രശ്നമെന്ന് പറയുന്നവർ, അവർക്ക് പിന്തുണ കൊടുക്കുന്നവർ ഇന്ത്യൻ ജനാധിപത്യത്തിലും മതേതരത്വവും എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു മനോരോഗമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഘടന. അപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ആളുകളെ കൂട്ടുപിടിക്കാൻ LDF പരിശ്രമിക്കുന്നു. അവർ മുന്നോട്ട് വെക്കുന്നത് മുൻ ലീഗുകാരനായിട്ടുള്ള അദ്ദേഹം പാർട്ടി മാറിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇവിടെ ആർക്കും അറിയില്ല. കൊടുവള്ളിക്കാരായ 2 ലീഗുകാരാണ് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് ആ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട്, മതപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട്, ഐഡൻറ്റിറ്റിയൊക്കെ വെച്ചുകൊണ്ട് ജയിക്കാമെന്നുള്ള കണക്ക് കൂട്ടലുകൾ, അത്തരം ഗിമ്മിക്ക് രാഷ്ട്രീയം ഈ കുന്നമംഗലത്തിൻ്റെ മണ്ണിൽ ഞങ്ങൾ പൊളിച്ചടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത്തരം രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. അത്തരം രാഷ്ട്രീയമാണ് 2 മുന്നണികളും പറയുന്നത്. അതുകൊണ്ട് ആ ഗിമ്മിക്ക് രാഷ്ട്രീയത്തെ ഞങ്ങൾ പൊളിച്ചെടുക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഏതായാലും വിജയാശംസകൾ. ഏതായാലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ടും തന്നെയാണ് ഇപ്പോൾ BJPയുടെയും NDAയുടെയും കുന്നമംഗലത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേന്ദ്രമന്ത്രിമാരെ അടക്കം ഇവിടെ എത്തിച്ചുകൊണ്ട് വിപുലമായ പ്രചാരണ പരിപാടികൾക്കാണ് ഇവർ തുടക്കം കുറിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.